പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ അധികം ആൾക്കാരും പറഞ്ഞത് ടൈലിടുന്ന ആൾക്കാരാണ്. ടൈലിന്റെ കോൺട്രാക്ടർമാരാണ് ഈ പറഞ്ഞത് അവിടെ ഇങ്ങനെ കംപ്ലൈന്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. നമുക്കിവിടെ വാദത്തിന്റെ അസുഖമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ഏറ്റവും വലിയ കംപ്ലൈന്റ് ആയിട്ട് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് തണുപ്പുണ്ടാവും, അപ്പം പ്രായമായവർക്ക് ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് മനസ്സിലായി, ഇട്ട് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇതൊക്കെ പലതരം ആൾക്കാർ ചുമ്മാ പറയുന്നത് മനസ്സിലായി. എൻ്റെ പേര് വിനോദ്. ഞാനിവിടെ കൽപ്പറ്റ മുണ്ടേരിയാണ് സ്ഥലം, വയനാട്ടിലെ. അപ്പം ഈ വീട് പണിതുകൊണ്ടിരുന്ന സമയത്ത് ആദ്യം നമ്മൾ എല്ലാം സെറ്റ് ചെയ്തതാണ്. മറ്റേ ടൈലിടാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് എല്ലാം കോൺട്രാക്ടറെയും എല്ലാം സെറ്റ് ചെയ്ത് ടൈലൊക്കെ എടുത്ത് സെലക്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അങ്ങനെയാണ് ആകസ്മികമായിട്ടാണ് ഞാൻ ഇവിടെ പോകുന്നത്. മറ്റേ മാനന്തവാടി റോഡിന് പോണ വഴിക്കാണ് ഈ മാർബിള്, കാട്ടുമാടം മാർബിള് കാണുന്നത്. അവിടെ പോയി നോക്കി. അപ്പോഴും എനിക്കൊരു ചെറിയ കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. തൻവീർ എന്ന് പറഞ്ഞ ആളായിരുന്നു അവിടെ ഉണ്ടായിരുന്നു. അവനോട് കുറേ സംസാരിച്ചു, കുറേ ഡൗട്ട്സുകൾ ചോദിച്ചു. ഇങ്ങനെ ഈ ഇതിൻ്റെ മാർബിളിൻ്റെ തണുപ്പ് വരുമോ അങ്ങനെയുള്ള കാര്യങ്ങളും. നമ്മൾ ഇതുവരെ അങ്ങനെ നമ്മുടെ തൊട്ടടുത്തൊന്നും വേറെ മാർബിൾ അങ്ങനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് നമുക്കിവിടെ വാദത്തിൻ്റെ അസുഖമുള്ള ആൾക്കാരുണ്ട്. ഈ ഏറ്റവും വലിയ കംപ്ലൈൻ്റ് ആയിട്ട് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് തണുപ്പുണ്ടാവും, അപ്പം പ്രായമായവർക്ക് ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് മനസ്സിലായി, ഇട്ട് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇതൊക്കെ പലതരം ആൾക്കാർ ചുമ്മാ പറയുന്നത് മനസ്സിലായി. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ അധികം ആൾക്കാരും പറഞ്ഞത് ടൈലിടുന്ന ആൾക്കാരാണ്. ടൈലിന്റെ കോൺട്രാക്ടർമാരാണ് ഈ പറഞ്ഞത് മാർബിൾ ഇങ്ങനെ കംപ്ലൈന്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ആദ്യം മാർബിൾ എടുത്ത സമയത്തും ഇടാൻ തുടങ്ങുന്ന സമയത്തും എനിക്കൊരു ഫുള്ള് കൺഫ്യൂഷൻ ആയിരുന്നു. ഇത് ഡയമണ്ട് ഷേപ്പിൽ വരുമോ, അങ്ങനെ കറക്റ്റായിട്ട് വരുമോ എന്നൊക്കെ. പക്ഷെ വിരിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും. ഇവിടെ വന്ന് ഒരുവിധം എല്ലാവരും ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഇവിടെ വന്ന് ഇട്ടത് കണ്ടിട്ട് തന്നെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അളിയൻ, നമ്മുടെ മുമ്പ് താമസിച്ച വീടിനടുത്തുള്ള ആള്, നെയ്ബർ, അങ്ങനെ ഒരു 3-4 പേര് തന്നെ അവിടെ പോയി എടുത്തിട്ടുണ്ട്. അവർ തന്നെ മാർബിളിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഹാപ്പിയാണ്, ഫാമിലിയും ഒക്കെ ഹാപ്പിയാണ്. അതേപോലെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇത് തന്നിട്ട് വെറുതെ വിറ്റിട്ടങ്ങ് പോവുക അല്ലെങ്കിൽ കൊണ്ട് ഇറക്കുന്നു പോവല്ല. അത് കഴിഞ്ഞാൽ ഇതിലൂടെ പേവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആൾ വന്നിട്ടുണ്ട്, നോക്കിയിട്ടുണ്ട്. അതുപോലെ ഒരു QA ഒരു പയ്യൻ ഉണ്ടായിരുന്നു, അവൻ വന്ന് നോക്കി. രണ്ടാമത് എല്ലാം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞപ്പം പോളിഷ് ചെയ്യുന്നതിന് മുമ്പ് വന്നു, പോളിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ വന്നു. അങ്ങനെ ഒരു 4-5 തവണ ഒരു വന്നിട്ടുണ്ടാവും. അതായത് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനും നമ്മൾ ഹാപ്പി അല്ലേ നോക്കാനും ഒക്കെ. ആഫ്റ്റർ സെയിൽസ് സർവീസൊക്കെ വളരെ നല്ലതാണ്.